ഇഅ്തിഖിന്റെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം ഇഅ്തിഖ് തന്നെയാണ്. ഇന്നലെ മഗ്രിബ് വരെ നമ്മൾ ദുആ ചെയ്തിരുന്നത് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നായിരുന്നു. ഇനി മുതൽ നിരന്തരം നിസ്കാരത്തിന് ശേഷവും മറ്റുമൊക്കെ നമ്മൾ ചെയ്യേണ്ട ദുആ എന്താണ്? അല്ലാഹുമ്മ ഇഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയില്ലേ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഅ്തിഖ്നി മിനന്നാർ, എങ്ങാനും നരകക്കാരുടെ പട്ടികയിലാണ് എന്റെ പേരുള്ളതെങ്കിൽ ആ തീരുമാനം മാറ്റി നരകത്തിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണേ റബ്ബേ. നരകത്തിൽ നിന്ന് മോചനം മാത്രം പോരാ, വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹ്, ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ റബ്ബേ. ഈ പ്രാർത്ഥന ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നിരന്തരമായി നമ്മൾ നടത്തേണ്ടതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഇഅ്തിഖും നൽകട്ടെ. അതോടൊപ്പം റബ്ബിനോട് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നീ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫ്വുൻ, നീ എല്ലാം മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വാ, മാപ്പ് ചെയ്തു കൊടുക്കുന്നത് നിനക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഫഅഫു അന്നീ. മനുഷ്യനെന്ന നിലയിൽ സാഹചര്യത്തിന്റെ തേട്ടങ്ങൾ അനുസരിച്ച്, ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് പലതരത്തിലുള്ള തിന്മകൾ സംഭവിച്ചേക്കാം. അതൊക്കെയും നീ മാപ്പാക്കണമേ അല്ലാ. ഈ പ്രാർത്ഥന നിരന്തരം നടത്തണം മുഅ്മിനേ. അല്ലാഹു അങ്ങനെ എല്ലാവിധ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പൊരുത്തവും തൃപ്തിയും കിട്ടുന്നവരിൽ നമ്മളിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അവൻ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സൗഭാഗ്യം തരട്ടെ. അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അല്ലാഹു ഈ ഉമ്മത്തിന് മാത്രം അനുഗ്രഹിച്ചു തന്ന ലൈലത്തുൽ ഖദർ ഈ റമളാനിലെ അവസാനത്തെ 10ലാണ്. ഒറ്റയായ രാവുകളിൽ, ഒറ്റപ്പെട്ട രാവുകളിൽ പ്രിയപ്പെട്ടവരെ, ആ ലൈലത്തുൽ ഖദർ ആവാൻ ഏറെ സാധ്യതയുണ്ട്. എനിക്ക് ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദറിന്റെ എല്ലാ പുണ്യങ്ങളും കിട്ടണമെന്ന ഒരു പ്രതിജ്ഞ, ഒരു നിയ്യത്ത്, ഒരാഗ്രഹം, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന, ആ നിലയിൽ ആ ദിനങ്ങളെ ഉപയോഗപ്പെടുത്തൽ, ഇതൊക്കെ നമ്മളിൽ നിന്നുണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിനാണ് അല്ലാഹു ലൈലത്തുൽ ഖദർ നമുക്ക് തന്നത് എന്ന് ചിന്തിക്കണം. സഹോദര, സഹോദരി, എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണേ. എന്തിനാണ് അല്ലാഹു നമുക്ക് ലൈലത്തുൽ ഖദർ നൽകിയത്? നമ്മുടെ ആയുസ് വളരെ ചുരുങ്ങിയ ആയുസാണ്. കഴിഞ്ഞുപോയ ഉമ്മത്തിനൊക്കെ അല്ലാഹു 1000, 900, 800, 700 കൊല്ലങ്ങളൊക്കെ ഇലാഹായ റബ്ബ് ആഫിയത്ത് നൽകി, ദീർഘായുസ് നൽകിയിട്ടുണ്ട്. അവർക്ക് ആഫിയത്തും നൽകിയിട്ടുണ്ട്. അത്രയും കൊല്ലങ്ങൾ അല്ലാഹുവെ ഇബാദത്ത് ചെയ്യുമ്പോൾ അവർക്ക് വലിയ ദർജയിലെത്താൻ കഴിയും. നമ്മളാവട്ടെ ഒരു 60, 70, ഏറിയാൽ 80, ഇതൊക്കെയാണ് ഇപ്പോഴുള്ളൊരു അല്ലേ? എന്തെങ്കിലും മിണ്ടാത്ത അങ്ങനെ തന്നെയല്ലേ? ഏറിയ 100, 110, അതിന്റെ അപ്പുറത്തൊക്കെ അത്യപൂർവല്ലേ. സാധാരണഗതിയിൽ ഒരു 60, 70, 80 വയസ്സിലൊക്കെ ആളുകൾ മരിച്ചു പോവാണ്. അപ്പൊ ചുരുങ്ങിയ ഒരു സമയേ മുൻഗാമികളെ അപേക്ഷിച്ച് നമുക്കുള്ളൂ. എന്നാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ദർജയിൽ ഈ ദിനത്തെ ഉപയോഗപ്പെടുത്തി നമ്മൾ എത്തുക എന്നതാണല്ലോ ഈ ലൈലത്തുൽ ഖദർ തന്നതിന്റെ ലക്ഷ്യം. അപ്പൊ അത് അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടാതെ അത് ശ്രദ്ധിക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദര, സഹോദരി, ശ്രദ്ധിക്കണം. അൻ അലി ഇബ്നു ഉർവത റളിയല്ലാഹു അൻഹു ഖാൽ,
മഹാനായ അലി ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ അർബഅതൻ മിൻ ബനി ഇസ്രായീൽ. ഒരു ദിവസം ബനൂ ഇസ്രായേലിയരിലെ 4 ആളുകളെ കുറിച്ച് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്പീഡ് കൂടിയോ? മനസ്സിലാവണില്ലേ? ബനൂ ഇസ്രായേലിൽ കഴിഞ്ഞുപോയ 4 ആളുകളെ കുറിച്ച് സഹാബിമാരെ വിളിച്ചുകൂട്ടി അള്ളാന്റെ റസൂല് അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്താണ് ഈ 4 ആളുകളുടെ പ്രത്യേകത? അബ്ദുല്ലാഹ സമാനീന അമ്മാ ലം യഅസൂഹു തുർഫത ഐൻ. ഈ 4 ആളുകളും 80 കൊല്ലം നിരന്തരമായി ഇലാഹായ റബ്ബിന് വഴിപ്പെട്ട് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത് റബ്ബെന്ന ഫിക്റിൽ കഴിഞ്ഞുകൂടി. അവര് ലം യഅസൂഹു തുർഫത ഐൻ, ഒരു സെക്കൻഡ് പോലും അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക്, ഒരു പ്രവൃത്തി അവരിൽ നിന്നുണ്ടായില്ല. എല്ലാം ഇലാഹായ റബ്ബിന് വേണ്ടി സമർപ്പിച്ചവർ, ഒരു സെക്കൻഡ് പോലും ഒരു തെറ്റ് ചെയ്യാത്തവർ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഫദക്കറ അയ്യൂബ വസക്കരിയ വഹിസ്ഖീല വയൂശഅ ഇബ്നു നൂൻ. ആരെ കുറിച്ചൊക്കെ പറഞ്ഞു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? അയ്യൂബ് നബിയെ കുറിച്ച് പറഞ്ഞു. 80 കൊല്ലം നിരന്തരമായി ഒരു തെറ്റ് പോലും സംഭവിക്കാതെ അല്ലാഹ് എന്ന ഫിക്റിലും അല്ലാഹ് ഇബാദത്തിലുമായി അദ്ദേഹം കഴിഞ്ഞുകൂടി. പിന്നെ സക്കരിയ, മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹവും ഹിസ്കീൽ, ഖുർആനിൽ പേര് പറയാത്തൊരു പ്രവാചകനാണ് ഹിസ്കീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹവും. പിന്നെയോ യൂശഅ ഇബ്നു നൂൻ, മഹാനായ യൂശഅ ഇബ്നു നൂൻ അലൈഹി സ്വലാത്തു വസ്സലാം. 80 കൊല്ലം നിരന്തരമായ ഇബാദത്തിൽ കഴിഞ്ഞു. ഒരു സെക്കൻഡ് പോലും ഒരു തെറ്റും അവരിൽ നിന്ന് സംഭവിച്ചില്ല. ഇത് മുത്ത് റസൂൽ പറഞ്ഞപ്പോൾ ഫഅജിബ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ദാലിക. ഇത് കേട്ടിട്ട് സഹാബികൾ അമ്പരന്നു പോയി. പടച്ചോനെ റബ്ബേ, ഒരു സെക്കൻഡ് പോലും ഒരു തെറ്റും ചെയ്യാതെ 80 കൊല്ലം കഴിഞ്ഞുകൂടിയാൽ അവരുടെ ഒരു ദറജ എത്രയായിരിക്കും? അവരുടെ ഒരു ദറജ എത്രയാകുമല്ലാ? അവരുടെ ആ ദറജ നേടാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. സഹാബികൾ വലിയ അത്ഭുതത്തിലാണ്. അപ്പോഴാണ് ഫാതാഹു ജിബ്രീൽ, മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്ത് റസൂലിന്റെ അടുത്തേക്ക് വരികയാണ്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് നബിയെ, മുഹമ്മദ് നബിയെ, അജിബത്ത് ഉമ്മത്തുക മിൻ ഇബാദത്തി ഹൗലായി നഫരി സമാനീന സന. നിങ്ങളുടെ ഉമ്മത്ത്, നിങ്ങളുടെ സഹാബിമാരോട് 80 കൊല്ലത്തോളം ഒരു തെറ്റും ചെയ്യാതെ നിരന്തരമായ ഇബാദത്തിൽ മുഴുകിയ ഈ 4 ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ അവരാകെ അത്ഭുതപ്പെട്ടല്ലോ, അവരെ ആശ്ചര്യപ്പെട്ടല്ലോ, അവർക്കൊരു തരം സങ്കടം തോന്നിയല്ലോ മനസ്സിൽ. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എങ്ങനെ ആ ദറജയിൽ എത്തിപ്പെടും എന്ന ഒരു ചിന്ത അവർക്കുണ്ടായില്ലേ? എങ്കിൽ നബിയേ, ഫഖദ് അൻസലല്ലാഹു ഖൈറൻ മിൻ ദാലിക, നിങ്ങൾക്ക് അതിനേക്കാൾ ഖൈറായതാണ് അല്ലാഹു ഇറക്കിയിട്ടുള്ളത്. ഇതുറങ്ങി കേൾക്കേണ്ട വയലല്ല, ഇത് ഉണർവോടുകൂടെ കേൾക്കേണ്ടതാണ്. അല്ലാഹു നല്ല ഉണർവ് നമുക്കൊക്കെയും നൽകട്ടെ. എല്ലാ ഉണർവും ആവേശവും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഹബീബായ നബിയോട് പറയുന്നുണ്ട്, ഫഖദ് അൻസലല്ലാഹു ഖൈറൻ മിൻ ദാലിക, ഇതിനേക്കാൾ ഖൈറുള്ളതാണ് ജല്ല ജലാലായ അല്ലാഹു നിങ്ങൾക്ക് ഇറക്കിയിട്ടുള്ളത്. ഏതാണതെന്ന് കേൾക്കണോ? ഫഖറ അലൈഹി ഇന്നാ
അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അല്ലാഹുവേ, ഇതുകൊണ്ട് ഞങ്ങളെ ധന്യരാക്കണേ റബ്ബേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. നബിയെ 80 കൊല്ലമല്ലേ അവര് ഇബാദത്ത് ചെയ്തത്, എന്നാൽ നിരന്തരമായി ഒരു തെറ്റും ചെയ്യാതെ 83 കൊല്ലം 1000 മാസം ഇബാദത്ത് ചെയ്ത കൂലി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രാത്രിയെ എല്ലാ കൊല്ലത്തിലും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നുണ്ട് നബിയെ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആയത്തിറക്കി കൊടുത്തുകൊണ്ട് അറിയിച്ചു കൊടുക്കുകയാണ് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ ആ ഒരു രാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആയുസ്സിൽ വലിയൊരു നഷ്ടമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്, ഈ രാവിനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചില ആളുകളെങ്കിലും എന്ത് ചെയ്യുന്നറിയോ, അവനാന്റെ തടിയും ആഫിയത്തും ഒന്നും നോക്കാതെ ഒരു പോള പോലും കണ്ണടക്കാതെ അങ്ങനെ കൂടും. എന്നിട്ട് പിന്നെ പിറ്റേന്ന് ഫർനിസ്കാരം പോലും ഉറങ്ങിപ്പോയി ഖളാ ആകുന്നൊരവസ്ഥ, വളരെ പ്രധാനപ്പെട്ട അമലുകൾ പോലും മുടങ്ങിപ്പോകുന്നൊരവസ്ഥ, അത് വരാതെ ശ്രദ്ധിക്കണം. നമ്മൾ ഇബാദത്തിനുള്ള ഊർജവും ആവേശവും കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ ഉറങ്ങുന്നത് പോലും ഇബാദത്താണ്. അപ്പൊ തടിക്ക് പറ്റ ക്ഷീണവും കുഴക്കും വന്ന് പിന്നെ നിർബന്ധമായ അമലുകൾ പോലും നഷ്ടപ്പെടുന്നൊരു തലത്തിലേക്ക് നമ്മൾ എത്തുന്ന അമൽ നമ്മളിൽ നിന്നുണ്ടാകരുത്, അത് ശ്രദ്ധിക്കണം. ഇത്തവണ ഉംറക്ക് പോയി വന്നൊരു സഹോദരി ഇന്നിവിടെ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, സത്യം പറയാലോ ഉസ്താദേ, ഇന്നും നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവര് നമ്മളെ കൂടെ അല്ല വന്നത്, എന്നാൽ പോലും എന്നിട്ട് പറഞ്ഞിനോട്, ഞങ്ങള് പിന്നെ ജബലുന്നൂർ കയറി, സൗറ് കയറി, ഒരു ദിവസം തന്നെ 2 ഉംറ എടുത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നാട്ടിൽ വന്നപ്പോ പിന്നെ നീക്കാൻ വയ്യ, പിന്നെ രോഗം പിടിപെട്ട് ആകെ വിഷമായി. ഇപ്പോഴുതാ ഒച്ച റെഡിയായിട്ടില്ല, കുഴക്കാണ്, ക്ഷീണാണ്, നോമ്പ് വിൽക്കാൻ വയ്യ. ചുരുക്കി പറയുകയാണെങ്കിൽ പിന്നെ റമദാൻ 4-നോ 5-നോ ഇവിടെ എത്തിയതാ, പിന്നെ ഒരു നോമ്പും എടുത്തിട്ടില്ല. മര്യാദയ്ക്ക് നിസ്കരിക്കാനുള്ള ആഫിയത്ത് തന്നെ ഇല്ല. അപ്പൊ ശ്രദ്ധിക്കണം, ഏതൊരു അമലും നമുക്ക് പിന്നീടുള്ള നിർബന്ധ അമലിന് പോലും തടസ്സമാകുന്ന നിലക്ക് ആകെ അങ്ങോട്ട് ഉറക്കൊഴിഞ്ഞ് കൂടുന്നൊരു അവസ്ഥയിലേക്ക് എത്തുക എന്നല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഉറക്കിന് വേണ്ടി ഒരു സമയം മാറ്റിവെക്കണം, ഇബാദത്തിന് വേണ്ടി ഒരു സമയം മാറ്റിവെക്കണം. രണ്ടും നമുക്ക് ആവശ്യമാണ്. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറെ പുണ്യപ്പെട്ട ഈ ദിവസം, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായ രാവിനെ ഒരു സമയം നീക്കിവെക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നാണ് ശരിക്കും ലൈലത്തുൽ ഖദ്ർ? എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് കൃത്യമായി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് നബി തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. ആ വിവരം സന്തോഷത്തോടുകൂടെ സഹാബികളോട് പറയട്ടെ എന്ന താല്പര്യത്തോടെ സഹാബത്തുൽ കിറാമിന്റെ അടുത്തേക്ക് കടന്നു ചെന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ നല്ല തർക്കം. സഹാബികളിൽ 2 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കത്തിലാണ്. റസൂലുള്ളാഹിന്റെ ശ്രദ്ധ ആ തർക്കത്തിലായി. സുബ്ഹാനല്ലാഹ്, അത് കാരണം ഏതാണ് ആ രാവ് എന്ന് ആ ഇൽമ് എന്നിൽ നിന്ന് മറപ്പിക്കപ്പെട്ടു. ആ ഇൽമ് അല്ലാഹു ഉയർത്തിക്കളഞ്ഞു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസാണ്. ഇതിലൊക്കെയുള്ള ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ നന്നായി നമ്മൾ ഉൾക്കൊള്ളണം. ഒന്ന് ശ്രദ്ധിക്കണേ. ഹദീസ് ഇങ്ങനെയാണ്, മഹാനായ ഉബാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിയുഖ്ബിറനാ ബിലൈലത്തിൽ ഖദ്ർ. എന്നാണ്
ലൈലത്തുൽ ഖദർ എന്ന് പറയാനായി ഞങ്ങളിലേക്ക് കടന്നു വന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദർ എന്നാണെന്ന് പറയാനായി മുത്ത് റസൂൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പൊ കേൾക്കണോ, ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ പെട്ട രണ്ടാളുകൾ വലിയ തർക്കത്തിലാണ്. അവർ അന്യോന്യം ചീത്ത വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് കേട്ടിട്ട് മുത്തുനബി അതിലേക്ക് അങ്ങ് ശ്രദ്ധ പോയി. ഹബീബായ നബിയുടെ ശ്രദ്ധ അതിലേക്ക് നീങ്ങി. ഹബീബ് പറയുന്നുണ്ട്, എന്റെ സഹോദരങ്ങളെ, ഖറജ്തു ലിഉഖ്ബിറകും ബിലൈലത്തിൽ ഖദർ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണ് നിങ്ങൾക്കറിയോ? ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നാണ്, ഏത് രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. എനിക്കത് അല്ലാഹു അറിയിച്ചു തന്നിരുന്നല്ലോ. അപ്പോഴാണ് റജുലാനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ അവര് വലിയ തർക്കത്തിലാണ്. അവര് ശണ്ട കൂടുകയാണ്. ഫുലാനും ഫുലാൻ, നിങ്ങൾ രണ്ടാളും തന്നെ, നിങ്ങൾ രണ്ടാളും വലിയ തർക്കത്തിലാണ്. ഫറുഫിഅതു, പടച്ചോനെ നിങ്ങളുടെ ആ തർക്ക കാരണം, ആ ബറക്കത്തിന്റെ ഇൽമ്, വഹിയിന്റെ ഇൽമ് എന്നിൽ നിന്ന് അല്ലാഹു ഉയർത്തിക്കളഞ്ഞു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, തർക്കങ്ങളെ കൊണ്ട് ബറക്കത്തുകൾ ഉയർന്നു പോകും. ഏറ്റവും വലിയ ബറക്കത്താണ് വഹിയിന്റെ ഇൽമ്. ഏറ്റവും വലിയ ബറക്കത്താണ് വഹിയിന്റെ ഇൽമ്. ആ വഹിയിന്റെ ഇൽമെന്ന ബറക്കത്ത് പോലും തർക്കത്തിന്റെ കാരണത്താൽ ഉയർന്നു പോയെങ്കിൽ അല്ലാഹുവേ, സമൂഹത്തിലുള്ള തർക്കങ്ങൾ ഞങ്ങളെ ആശങ്കയിലാക്കുകയാണ്. എല്ലാ തർക്കങ്ങളും നീങ്ങി ഉമ്മത്തിനിടയിൽ ഐക്യം നൽകണേ അല്ലാ, ഒരുമ നൽകണേ അല്ലാ. ഒരു സമൂഹത്തിൽ തർക്കമുണ്ടായാൽ ബറക്കത്ത് ഉയർന്നു പോകും. അല്ലാഹു കാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാക്കട്ടെ. ഒരു കുടുംബത്തിൽ തർക്കമുണ്ടായാൽ ആ കുടുംബത്തിൽ നിന്ന് ബറക്കത്ത് ഉയർന്നു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നും ഇവിടെ വന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരിൽ പലരും പ്രത്യേകമായി ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ള തർക്കങ്ങൾ, മക്കൾ തമ്മിൽ കണ്ടുകൂടായ്മ, മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ജ്യേഷ്ഠന് അനുജനെ കണ്ടൂടാ, അവൻ പറയുന്നതൊന്നും ജ്യേഷ്ഠന് പറ്റണില്ല, അനുജന് ജ്യേഷ്ഠനെ കണ്ടൂടാ, നിസാര വിഷയങ്ങൾക്ക് കുടുംബത്തിൽ തർക്കാണ് ഉസ്താദേ, ഒരു സമാധാനമില്ലല്ലോ എന്നുള്ള സങ്കടം പറഞ്ഞവർ ഇന്നും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ. റബ്ബേ, അല്ലാഹു നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമുദായത്തിലും പൂർണ്ണമായ ഐക്യവും ഒരുമയും നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു ഒരുമയും ഐക്യവും നൽകട്ടെ. ശൈത്താന്റെ ഏറ്റവും വലിയ താല്പര്യം നമ്മളിൽ ഒരാളെ നിസ്കാരത്തെ തൊട്ട് തടയാന്നുള്ളതൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. പിശാചിന്റെ ഏറ്റവും വലിയ താല്പര്യം നമ്മളിൽ ഒരാളെ നോമ്പിനെ തൊട്ട് തടയാന്നുള്ളതൊന്നുമല്ല. ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. പിശാചിന് ഏറ്റവും വലിയ താല്പര്യം അത് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാവലാണ്, പരസ്പര വിദ്വേഷമുണ്ടാവലാണ്, നിങ്ങൾ പ്രതികാര ബുദ്ധിയോടുകൂടെ കഴിയലാണ്. അല്ലാഹുവേ, കാവൽ നൽകണമേ അല്ലാ. നല്ല ഐക്യവും നല്ല ഒരുമയും സ്നേഹവും അല്ലാഹു നമ്മുടെ കുടുംബത്തിലും സമുദായത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും ആ വഹിയിന്റെ ഇൽമ് അള്ളാഹുവായിട്ട് ഉയർത്തിക്കളഞ്ഞു. എന്നാൽ മുത്ത് റസൂൽ ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. നമുക്ക് വേണ്ടി മുത്തുനബി പറഞ്ഞു, ഒരു പക്ഷേ ഏതാണ് ആ രാവ് എന്ന് കൃത്യമായി എനിക്ക് അറിയിച്ചു തന്ന ആ അറിവ് അള്ളാഹു ഉയർത്തിയത് നിങ്ങൾക്ക് ഹൈറായിരിക്കാം. എനിക്ക് അല്ലാഹു രാവ് ഏതാന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്റെ മനസ്സിൽ ഓർത്തു വെച്ചു, അതൊരു ഒറ്റയായ രാവാണ്. 21, 23, 25, 27, 29 ഏതൊരു ഒറ്റയായ രാവാണല്ലോ റബ്ബേ. അത് ഏതാന്നുള്ളതായിട്ട് മറന്നുപോയല്ലോ. ഏതായാലും ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഹൈറാവാം, അത് നിങ്ങൾക്ക് ഹൈറാവാം. നിങ്ങൾ ആ ഒറ്റയായ രാവിൽ അതിനെ അന്വേഷിച്ചോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ ഹൈറാവല്?
അതെങ്ങനെ ഹൈറാവൽ എങ്ങനെയെന്നറിയോ? ഈ റമളാനിലെ ലൈലത്തുൽ ഖദ്റിന്റെ ആ ഒരു രാവ് മാത്രമൊന്നുമല്ല, മറ്റുള്ള രാവുകളും അത്യധികം ശ്രേഷ്ഠതയുള്ള രാവുകളാണ്. അബ്ദിന്റെ ദറജയെ അങ്ങേ അറ്റം ഉയർത്താൻ ഉതകുന്ന രാവുകളാണ്. അബ്ദ് ചെയ്തു പോയ ദോഷങ്ങൾ പരിപൂർണമായി പൊറുപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള രാവുകളാണ്. അടിമയോട് അള്ളാഹുവിന്റെ ബന്ധം, അടിമക്ക് അള്ളാഹുവിനോടുള്ള ബന്ധം അത് രൂഢമൂലമാക്കാൻ പറ്റിയ രാവുകളാണ്. അപ്പൊ ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണെന്ന് കൃത്യമായി നിങ്ങൾക്ക് അങ്ങ് അറിയിച്ചു തന്നിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു രാവിൽ മാത്രം ഇബാദത്തുമായിട്ട് കൂടും, മറ്റുള്ള രാവിനെ വേണ്ട വിധം പരിഗണിക്കില്ല. എന്നാൽ ഇതേതാണ് രാവ് എന്നറിയാതെ വരുമ്പോൾ അള്ളാഹുവിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ ഈ രാവാകാമെന്ന പ്രതീക്ഷയിൽ ഓരോ രാവിനെയും ഉപയോഗപ്പെടുത്തുമല്ലോ. അത് ഫലമായി നിങ്ങളുടെ ദറജ അങ്ങേയറ്റം ഉയരുകയും ചെയ്യുമല്ലോ. ഇതാണ് ഒരു പക്ഷേ നിങ്ങൾക്കത് ഖൈറായി ഭവിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങളൊക്കെ അല്ലാഹു തആല മറച്ചു വെച്ചത്. അല്ലാഹ്ക്ക് 99 ഇസ്മുകളുണ്ട്. ജല്ല ജലാലായ റബ്ബിന് 99 നാമങ്ങളുണ്ട്. അതിൽ ഒരു പേരുണ്ട്, ആ പേരിന് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നാണ് പറയാ. ആ പേരിന്റെ പ്രത്യേകത എന്താ? ആര് ആ പേര് വിളിച്ച് ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യുന്നുവോ ഒരാശങ്കയും വേണ്ട, ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുത്തിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷെ ഏതാണ് ആ പേര്? ഇസ്മുല്ലാഹിൽ അഅ്ലം ഏതാണെന്നറിയോ? ഇല്ല, അല്ലാഹു അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അതെന്തിനാ? ഇസ്മുല്ലാഹിൽ അഅ്ലമിന് മാത്രമൊന്നുമല്ല പ്രത്യേകത, അള്ളാഹുവിന്റെ ഓരോ പേരുകൾക്കും പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ ഓരോ പേരുകൾക്കും പ്രത്യേകതയുണ്ട്. ആ പേര് ഓരോന്നും വിളിക്കുമ്പോൾ അബ്ദിന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാനുണ്ട്. എന്നാൽ ഇസ്മുല്ലാഹിൽ അഅ്ലം മാത്രം അറിയിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ വിളിക്കുള്ളൂ. അപ്പൊ മറ്റുള്ള പേരുകളൊന്നും വിളിക്കൂല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് ഖൈറുകൾ അതുകൊണ്ട് തടയപ്പെടും. പടച്ചോനെ, അതുകൊണ്ടാണ് ആ പേര് അവ്യക്തമാക്കി വെച്ചതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് നിങ്ങൾക്ക് അറിയിച്ചു തരാത്തത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പേരുകൾ വിളിച്ചിട്ട് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് വലില്ലാഹി അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. ഇലാഹായ റബ്ബിന് ഒരുപാട് സുന്ദര നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ വിളിച്ച് നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് 4 സ്ഥലങ്ങളിലാ ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ ഇറക്കിയ ഈ മാസത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ ഇറക്കിയെന്ന് പറഞ്ഞില്ലേ? ആ ലൈലത്തുൽ ഖദ്റിനോടനുബന്ധമായി ആ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞ നിങ്ങൾ എന്റെ പേരുകൾ വിളിച്ച് ദുആ ചെയ്തോളൂ, നിങ്ങൾക്ക് ഇജാബത്ത് കിട്ടുന്നു പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, അടുത്ത നമ്മുടെ മജ്ലിസ് ആകുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഒന്ന് നിയ്യത്ത് ചെയ്തോളൂ, ഒരു 3 തവണയെങ്കിലും ആ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ഇൻഷാ അല്ലാഹ് പറയ്. ഏറ്റെടുത്തില്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നുകൂടെ പറയട്ടെ, ഒരു 66 തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ
കുല്ലി യം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഒരു 66 തവണ പടച്ചോനെ ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് എല്ലാ വിജയവും ഞങ്ങൾക്ക് കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ ഈ സൂറത്തും അടുത്ത മജ്ലിസാകുമ്പോഴത്തേക്ക് ഓതി തീർക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളറിയോ, മനസ്സറിഞ്ഞ് ഈ സൂറത്ത് ഒരു തവണ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മൻ ഖറഅ സൂറത്തുൽ ഖദ്രി, സൂറത്തുൽ ഖദ്ർ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അഅ്താ മിനൽ അജ്രി, ഉഅ്തിയ മിനൽ അജ്രി കമൻ സാമ റമളാൻ. മനസ്സറിഞ്ഞ് ഇതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് പ്രതിഫലം കിട്ടണമെന്ന നിയ്യത്തോടെ ഒരാൾ ഈ സൂറത്ത് ഓതിയാൽ റമളാനിൽ മൊത്തം നോമ്പ് നോറ്റ കൂലി അല്ലാഹു അതിന് അയാൾക്ക് കൊടുക്കും. പിന്നെയോ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിനെ ഹയാത്താക്കിയവരിൽ അവൻ ഉൾപ്പെടുമല്ലോ. അങ്ങനെ ഉൾപ്പെടാൻ എന്റെ സഹോദരാ സഹോദരി ഒന്ന് നിയ്യത്ത് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത മജ്ലിസാകുമ്പോഴത്തേക്ക് 66 തവണ നമുക്ക് ഈ സൂറത്ത് ഓതി തീർക്കാം. നിങ്ങളേറ്റോ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആയിരക്കണക്കിന് ആളുകൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരോടും ഞാൻ പറയാണ്, ഇപ്പോ 3 അസ്മാഉൽ ഹുസ്നയുമായി, അസ്മാഉൽ ഹുസ്ന അറിയില്ലേ, അള്ളാന്റെ പേരുകള്, അല്ലാഹു റഹ്മാൻ റഹീം എന്നുള്ള പേരുകള്, അത് 3 തവണയും 66 തവണ എന്തും സൂറത്തുൽ ഖദ്ർ ഇൻഷാ അല്ലാഹ്